ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, യഹ്യ ഇബ്നു ഹംസ, ലൈസ് തുടങ്ങി നിരവധി പണ്ഡിതന്മാരുടെ ശിഷ്യനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് എന്നവർ. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസുകൾ നിവേദനം ചെയ്തിട്ടുണ്ട്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി എന്നവർ അവിടുത്തെ ഉസ്താദായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് അവർക്ക് കിട്ടിയ വലിയ അംഗീകാരം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വപ്നത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് ഹബീബായ തങ്ങളുടെ മോതിരം അണിയിപ്പിച്ചു കൊടുത്തു. മുഹമ്മദ് ഇബ്നു റൂഹ് എന്ന പണ്ഡിതൻ പറയുന്നു, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നത്തിൽ കണ്ടു. ഞാൻ ചോദിച്ചു, വലിയ പണ്ഡിതനാണ് ഇമാം ലൈസ് എന്നവരും ഇമാം മാലിക് എന്നവരും, ഞാൻ ആരെയാണ് പിന്തുടരേണ്ടത് എന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചപ്പോൾ, നിങ്ങൾ ഇമാം മാലിക്കിനെ പിന്തുടരുക, മാലിക് എൻ്റെ ഹദീസിൻ്റെ അനന്തരമെടുത്തിട്ടുണ്ട് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ് ചെയ്തത്. ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത അംഗീകാരമാണ് ഈ ഒരു ചരിത്ര സംഭവത്തിലൂടെ നാം മനസ്സിലാക്കിയത്. അൽ മജ്റൂഹിൻ അതുപോലെ മറ്റ് പല ഗ്രന്ഥങ്ങളിലും ഈ സംഭവം ഉദ്ധരിച്ചിട്ടുണ്ട്.